പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാനും പരിശോധനകൾക്കുമായി 1500 പോലീസുകാരെ വിന്യസിപ്പിക്കുമെന്ന് കമ്മീഷണർ CH നാഗരാജു, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ അറിയിച്ചിട്ടുണ്ട്. ആഘോഷ പരിപാടികൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലും മുൻകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കും. വിദേശികൾ അടക്കം കൂടുതൽ ആളുകൾ ആഘോഷ പരിപാടിക്ക് എത്തുന്ന കോവളം ബീച്ച് കേന്ദ്രീകരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്പെഷ്യൽ കൺട്രോൾ റൂമും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൽ DJ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുന്നതോടൊപ്പം അത്തരം സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗമോ ലഹരി കൈമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആൾക്കൂട്ടം കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നവരെ കണ്ടെത്തുന്നതിനായി മഫ്റ്റി പോലീസിനെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതലായി നിയോഗിച്ചിട്ടുണ്ട്. പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി വാഹന പരിശോധന കർശനമാക്കും. അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റി വാഹനയാത്ര പാടില്ല. വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം. പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന കോവളം, ശംഖുമുഖം തുടങ്ങിയ സ്ഥലങ്ങളിലെ റോഡുകളിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ബൈക്ക് റേസിംഗും വാഹനങ്ങളുടെ അമിത വേഗത പരിശോധിക്കുന്നതിനും ട്രാഫിക് പോലീസ് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക അനുമതി ഇല്ലാതെ യാതൊരു വാഹനവും കടത്തിവിടില്ല. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുസ്ഥലത്തെ മദ്യപാനം, ക്രമരഹിതമായ പെരുമാറ്റം, മദ്യപിച്ചുള്ള ബഹളങ്ങൾ, മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ എന്നിവ കർശനമായി തടയുന്നതാണ്. സ്ത്രീകളെയും കുട്ടികളെയും ശല്യം ചെയ്യുന്നവരെ നിരീക്ഷിക്കാനും അവരെ പിടികൂടാനുമായി പ്രത്യേക പോലീസ് സംഘങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രധാന ജംഗ്ഷനുകളിൽ എല്ലാം പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തും. ലഹരിമരുന്ന് ഉപയോഗവും മോശമായ പെരുമാറ്റവും തടയാൻ പ്രത്യേകിച്ച് രാത്രിയിലെ DJ പരിപാടികളിലും ഒത്തുചേരലുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിനായി പോലീസിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുണ്ട്. ശബ്ദ മലിനീകരണവും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം ആ സ്ഥലങ്ങളിലെ മാനേജ്മെന്റുകൾക്കായിരിക്കും. ഹോട്ടലുകളിലും മറ്റും എത്തുന്ന എല്ലാ അതിഥികൾക്കും ഒരു എൻട്രി രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. കടൽ കേന്ദ്രീകരിച്ച് കോസ്റ്റൽ പോലീസ്, കോസ്റ്റൽ ഗാർഡ് എന്നിവരുടെ പെട്രോളിംഗ് ശക്തമാക്കുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിലെ മാനവീയം വീഥിയിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാനവീയം വീഥിയിലെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പ്രവേശനത്തിലും പുറത്തു കടക്കുമ്പോഴും എല്ലാ വ്യക്തികളെയും പരിശോധിച്ച് വീഡിയോഗ്രാഫ് ചെയ്യുന്നതാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നവരെയും ലഹരിമരുന്ന് വിൽപ്പനക്കാരെയും പിടികൂടാൻ മാനവീയം വീഥിയുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം മഫ്റ്റി പോലീസ് പെട്രോളിംഗ് നടത്തുന്നതാണ്. മദ്യപിച്ച് മോശമായി പെരുമാറുന്നവരെ കർശനമായി തന്നെ നേരിടും. അശ്രദ്ധയോടും മദ്യപിച്ചും വാഹനം ഓടിക്കുന്നതുമായ എല്ലാവരുടെയും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം പോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലും പുതുവത്സര ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ 31 വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് ശേഷം റോറോ സർവീസും ഉണ്ടായിരിക്കില്ല. രാത്രി 12 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങാൻ ബസ് സർവീസ് ഉണ്ടാകും. പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഗ്രൗണ്ടിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ്. പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ശക്തമായ നിയന്ത്രണമുണ്ടാകും. പാർക്കിങ്ങും അനുവദിക്കുന്നതല്ല. കഴിഞ്ഞ വർഷം പുതുവത്സരാഘോഷത്തിനിടെ തലനാരിഴയ്ക്കാണ് ഒരു വൻ ദുരന്തം ഒഴിവായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള കൊച്ചി സിറ്റി പോലീസിന്റെ ഈ തീരുമാനം. കഴിഞ്ഞ വർഷം പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കാനായി 5 ലക്ഷത്തോളം പേരാണ് കൊച്ചിയിലെത്തിയെന്നാണ് കണക്ക്. തിരക്കിൽപ്പെട്ട് 200-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയ അവസ്ഥയുണ്ടായി. പോലീസുകാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തെ നടുക്കിയ കളമശ്ശേരി സ്ഫോടനം പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ പുതുവത്സര ദിനത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് ഇപ്പോൾ.